തൊപ്പി എന്ന വിവാദ നായകനായ യൂട്യൂബർ കഴിഞ്ഞ ദിവസം തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഉണ്ടായ അല്ലെങ്കിൽ സ്റ്റാഫുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അവർ തൊപ്പിക്കെതിരെ വന്ന് കുറച്ച് വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ തൻ്റെ കൂട്ടുകാരുടെ യഥാർത്ഥ മുഖം ഇതാണ് എന്ന് ആളുകളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കുന്നതിനായിട്ട് ആൺകുട്ടികൾ പരസ്യമായിട്ട് ഇല്ലെങ്കിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ആൺപിള്ളേരെ പലരും ഒരുമിച്ച് കൂടിയിരുന്ന് എന്താണ് വാണം വിടുക, പൂക്കുറ്റി എന്താണ് റോക്കറ്റ് വിടുക, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കലാപരിപാടികളിൽ അവർ ഇരുന്ന കാര്യങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ച് വെച്ചത് എടുത്ത് പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കുടെ സ്വകാര്യ ദൃശ്യങ്ങൾ, ഇത്തരത്തിലുള്ള സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ ആരുടെയെങ്കിലൊക്കെ കയ്യിലുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ പിണക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ നാളെ ഒരു പണി കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പുറത്തുള്ള വ്യക്തി അനുസരിക്കണം, പെരുമാറണം എന്ന് വിചാരിച്ചും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. സമാനമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം, മൈഥിലി എന്ന നടി വർഷങ്ങൾക്ക് മുന്നം ഒരു പുരുഷനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവർക്ക് തമ്മിൽ ഫിസിക്കൽ റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. അവസാനം മൈഥിലിയും അദ്ദേഹവും തമ്മിലുള്ള ഈ ലൈംഗിക ബന്ധം പുലർത്തുന്ന വീഡിയോകൾ ആ പുരുഷൻ തന്നെ ആളുകളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. അതായത് അയാൾ നിരന്തരം മൈഥിലിയെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുകയായിരുന്നു. ഒരു പരിധി കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ മൈഥിലി എന്തെങ്കിലും ബന്ധം അവസാനിപ്പിക്കാൻ എന്ന് വിചാരിക്കുമ്പോൾ ഇയാൾ ബന്ധം അവസാനിപ്പിക്കാനും തയ്യാറല്ല. ജീവിതകാലം മുഴുവനും ചൊരക്കാനുള്ള ഒരു മൃഗമായിട്ട് മൈഥിലിയെ കണ്ടു. അതായത് ഇയാൾക്കെന്നും പണം വേണം, ഇത് കൃത്യമായിട്ട് മൈഥിലിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കണം. അവസാനം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, സമ്മർദ്ദമായി. അപ്പോൾ ഗതികെട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇയാളെങ്ങനെയും ഒഴിവാക്കി രക്ഷപ്പെടണമെന്ന് മൈഥിലി തീരുമാനിച്ച സമയത്തേക്ക് മൈഥിലിയുടെ നഗ്ന ദൃശ്യങ്ങളെല്ലാം അങ്ങ് പ്രചരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും മൈഥിലി അങ്ങ് നാറിപ്പോയി. അതുവരെയൊക്കെ സിനിമയിലെ ധാരാളം സിനിമയിൽ അഭിനയിച്ച വ്യക്തിക്ക് പിന്നീട് അധിക സിനിമയൊന്നും കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൈഥിലി ഇപ്പോൾ അധിക സിനിമയിലൊന്നും കാണാറില്ല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണ്ടേ, നമ്മുടെ ഇന്നത്തെ മിത്രം നാളെ ശത്രുവാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ ആരുടെയെങ്കിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ മാക്സിമം നമ്മൾ വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബുദ്ധി. ഇപ്പോൾ തൊപ്പിയുമായിട്ടുണ്ടായ ഇവരുടെ സഹപ്രവർത്തകരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക തർക്കമാണ്. ഇല്ലെങ്കിൽ അയാൾ സ്റ്റാഫായിട്ട് വെച്ചു, അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു, ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, പിന്നെ അവരുടെ പല കാര്യങ്ങളും നടത്തി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഒക്കെ പുതിയ ചാനലൊക്കെ ഇട്ട് വളരാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അവർ പറയുന്നത് പട്ടിയെ പോലെ പണിയെടുപ്പിച്ചു, ദേഷ്യം വന്നു കഴിഞ്ഞാൽ കാലുയർത്തി ചവിട്ടും, അടിവസ്ത്രങ്ങൾ വരെ തൊപ്പി കഴിയിച്ചിട്ടുണ്ട്, അവർക്കൊരു പൈസയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ വിഷയങ്ങളൊക്കെ അവിടെ നിന്നുകൊള്ളട്ടെ. തൊപ്പി അവരെക്കുറിച്ച് ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തലൂടെ നടത്തിയിട്ടുണ്ട്. അയാളുടെ അനുമതി ഇല്ലാതെ അങ്ങേര് താമസിക്കുന്ന വീട്ടിൽ ലഹരി മരുന്ന് കൊണ്ടുവരികയോ ഉപയോഗിക്കുകയും മറ്റ് പല കുട്ടികളെയും, അവിടെയുള്ള പല കുട്ടികളെയും ലഹരി മരുന്ന് ആ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ എവിടെയോ പോകുന്ന ഒരു സാഹചര്യങ്ങളിൽ വഴിയിൽ കണ്ട ഏതോ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുകയും ആ ഒരു പെണ്ണിനെ പിടിച്ച് ബലമായിട്ട് വണ്ടിയിൽ ഇടുവാനായിട്ട് ശ്രമിച്ചു. അടുത്തൊരു ആരോപണമാണ്. അതൊക്കെ സത്യത്തിൽ അല്പം ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണമാണ്. അന്നെങ്കിൽ തൊപ്പി ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളാണ് തൻ്റെ ഒപ്പമെന്ന് ഉള്ള മനസ്സിലാക്കിയ സമയത്തെ പുറത്തേക്ക് വിടണമായിരുന്നു. അവരെ ഇത്രയും കാലം വെച്ചുകൊണ്ടിരുന്നിട്ട് അവരൊരു അഭിപ്രായ വ്യത്യാസം പറയുന്ന സമയത്ത് അവർ ഇത്തരക്കാരാണ് എന്ന് പറയുന്നതിൽ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള തലവേദന ഉണ്ടാക്കുന്ന ആളുകൾ തൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരക്കാരെ നേരത്തെ പറഞ്ഞു വിടണമായിരുന്നു. അതുപോലെ ഈ ചെറുക്കന്മാരുടെ കയ്യിൽ തൊപ്പി ശമ്പളം കൊടുക്കാണ്ട് 2-3 വർഷം അവരെ ഉപയോഗിച്ചു എന്ന് പറയുന്നവന്മാർക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം. നമ്മൾ ഒരിടത്ത് പോയി പണിയെടുക്കുന്നു, 1-2 മാസം നിന്ന് പണി കിട്ടുന്നില്ല, ഉടായ്പാണ് എന്ന് തോന്നിയാൽ പണി അവർക്ക് നമുക്ക് നിർത്തിയിട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. അത് ചെയ്യാതെ വർഷങ്ങളോളം പണിയെടുത്ത് എനിക്ക് പൈസ തന്നില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ലഹരി ഉപയോഗം, അല്ലെങ്കിൽ ഇനി അവരുടെയൊക്കെ മറവിൽ ലഹരിയുടെ കടത്തുകളുണ്ടായിരുന്നു നമുക്കറിയില്ല. തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീഡിയോ കൂടുതലായിട്ടും കാണുന്ന 99% ആളുകളും 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ്. തൊപ്പി ഒരു വിവാദ നായകനാണെന്ന് പറഞ്ഞ് എവിടെയോ പോയിട്ട് തെറിപ്പാട്ട് പാടി, അതിന് പോലീസ് അറസ്റ്റ് ചെയ്തു, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ റെഡി ചെയ്തു. ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ തൊപ്പിയുടെ നേരെ ഗുണ്ടാ ബന്ധങ്ങളുണ്ട്. ഇങ്ങനത്തെയൊക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ കൂടെ നേരിടുന്ന ഒരു വ്യക്തിയാണ് തൊപ്പി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ
ഭാര്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നഗ്ന ദൃശ്യങ്ങളെടുത്ത് അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധപ്പെടുന്ന ദൃശ്യങ്ങളെടുത്ത് വെച്ചിട്ട് അത് പ്രചരിപ്പിച്ചിട്ടുള്ള ഭർത്താക്കന്മാർ വരെയുണ്ട്. അപ്പോൾ ഈ സ്വകാര്യത പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഒരാൾക്കിട്ട് ഒരു പണി കൊടുക്കാനാണെങ്കിൽ പോലും മറ്റൊരാളെ പരിപൂർണമായിട്ട് തകർത്ത് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ തൊപ്പി ചെയ്ത ഒരു കാര്യം, അവന്മാരെക്കുറിച്ചുള്ള മുഴുവൻ രഹസ്യങ്ങളും ഞാൻ പുറത്തു വിടുമ്പോൾ ചിലപ്പോൾ അവന്മാരിൽ ആരെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുന്ന വരാം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നത്. ഇനി മറുവശം ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ചു കാലമായിട്ട് തൊപ്പി ലൈവോ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല, അപ്പം പെട്ടെന്ന് ഇവരെല്ലാവരുടെ പ്ലാൻ ഇട്ടുകൊണ്ട് വന്ന് വീണ്ടും ചാനലും ബാക്കി കാര്യങ്ങളും ആക്റ്റീവാക്കി ആളുകളെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കുത്സിത ശ്രമമാണോ ഇതെന്നും സംശയിക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പറയുവാനായിട്ട് വന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മറ്റൊരാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്ന ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ആൺകുട്ടികളൊക്കെ ആണെങ്കിലും നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ തമാശയ്ക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെയൊക്കെ ഒപ്പമുള്ള ഏതെങ്കിലും ഒരു അലവലാതി ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അന്നേരം നിങ്ങൾ വലിയ ഗൗരവമൊന്നും എടുക്കല, ഇല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കള്ളൊക്കെ അടിച്ചിട്ടിരിക്കുന്ന സമയത്തോ മറ്റ് സാഹചര്യങ്ങളിലൊക്കെ തമാശയായിട്ട് എടുക്കുന്ന കാര്യങ്ങളിലും ഇതുപോലെ ഏതെങ്കിലും ഒരു അലവലാതി സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കിട്ട് ഒരു പണി തരാൻ ഉപയോഗിക്കുമെന്നും, അതുകൊണ്ട് ഈ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ സ്വകാര്യമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പൊക്കെ ആയിട്ട് ചെയ്ത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പം വീഡിയോ പിടിച്ചത് ഒന്നെങ്കിൽ ആരെങ്കിലും രഹസ്യമായിട്ട് പിടിച്ചതായിരിക്കും, ഇല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ അന്നത്തെ ഒരു ടൈം പാസിന് എടുത്തോടാവില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിന് എടുത്തതായിരിക്കും. പരസ്പരം മത്സരിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കേട്ടിട്ടുണ്ട്, ചില ആൺകുട്ടികളൊക്കെ മൂത്രം ഒഴിക്കുമ്പോൾ ആരുടെയാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് പോകുന്നതെന്നുള്ള മത്സരം നടത്താറുണ്ട് എന്ന്. അപ്പോൾ ഇത്തരത്തിൽ എന്തോ കലാപരിപാടി മക്കളെല്ലാം കൂടെ ആവേശപൂർവ്വം ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ അത്യാവശ്യം മാന്യമൊക്കെ അല്ലെങ്കിൽ മാന്യതയൊക്കെ എല്ലാവരുടെയും പോയിട്ടുണ്ട്. ഇനി ഈ കുട്ടികളൊക്കെ വിവാഹം കഴിക്കുവാനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭാവി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇവരുടെയൊക്കെ ഒരു സ്വഭാവം ഇതാണ് എന്ന ഉള്ള കൃത്യമായ തെളിവ് സഹിതം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതൊരു കണക്കിന് നല്ലതാണ്. ആരും അറിയാതെ ഇത്തരക്കാരുടെ ഇടയിൽ വിവാഹം കഴിച്ച് ചെന്ന് പെടാതിരിക്കുന്നതിന് നല്ലതാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൽ സാമൂഹ്യ വിരുദ്ധത ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രവണതകളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് എന്നും നമ്മൾ ഈ ഒരു ഗ്യാങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിനകത്ത് തൊപ്പി നല്ലതാണെന്നോ അവരുടെ കൂട്ടുകാർ നല്ലതാണോ എന്നല്ല, ആ ഒരു ഗ്യാങ്ങിനുള്ളിൽ നടക്കുന്ന പലവിധ കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്.